ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വിഷു ആണ്. അപ്പോൾ വിഷുവിൻ്റെ കണിയായിട്ട് തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ തലേന്ന് രാത്രി തന്നെ വിഷുക്കണിയൊക്കെ ഒരുക്കിയിട്ട് നേരെ കിടന്ന് ഉറങ്ങി. രാവിലെ വെളുപ്പിന് തന്നെ പിള്ളേരും ഹസ്ബൻഡൊക്കെ വെളുപ്പിന് തന്നെ എഴുന്നേറ്റ് അവർ കണിയൊക്കെ കണ്ടിരുന്നു. ഞങ്ങൾ ഒത്തിരി ലേറ്റായിട്ട് ഉറങ്ങിയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ലേറ്റായിട്ട് എഴുന്നേറ്റ്, അതായത് ഒരു 6 o'clock ആട്ടോ, അത്ര ലേറ്റ് ഒന്നും ഇല്ല. 6 o'clock കണിയൊക്കെ സൂര്യോദയത്തിന് മുന്നെയാണ് ശരിക്കും കണി കാണേണ്ടത്. ഒരു 6 മണിയായപ്പോഴാട്ടോ എഴുന്നേറ്റത്. പിന്നെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും പിള്ളേരെല്ലാവരും പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവരാണെങ്കിൽ മതി നിർത്ത്, നമുക്ക് അമ്പലത്തിൽ പോവാം എന്നൊക്കെ പറഞ്ഞിട്ടും ഇവർക്ക് ഒരു കൂസലില്ല. പക്ഷെ ഇവർക്ക് പടക്കം പൊട്ടിക്കാനുള്ള ഒരു ഇതിലായിരുന്നു. അപ്പോൾ പടക്കം എനിക്ക് ഈ പ്രാവശ്യം കുറേ വെറൈറ്റി പടക്കങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി ഭംഗിയുള്ള പടക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വെറൈറ്റി ആയിട്ട്. എപ്പോഴും പോലെ ഈ മേശപ്പൂ, ചാട്ട, ടോർച്ച്, കമ്പിത്തിരി, ചക്രം മാത്രമായിരുന്നില്ല. അപ്പോൾ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഈ പ്രാവശ്യം വിഷുവിൽ മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവക്കാണെങ്കിൽ ഈ ടോർച്ചാണ് കത്തിക്കാൻ ഏറ്റവും ഇഷ്ടം. ഞങ്ങളുടെ അടുത്ത് ഇവൾ ഇങ്ങനെയാണ്, ഇതൊക്കെ കത്തിക്കുള്ളൂ. പക്ഷേ ആൻറ്റിയുടെ ഒക്കെ അടുത്തൊക്കെ പോകുമ്പോൾ അവൾ കുറച്ചൊരു ചെറിയ കമ്പിത്തിരിയൊക്കെ കയ്യിലൊക്കെ എടുത്ത് കത്തിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ അടുത്ത് വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ വീട്ടിലിങ്ങനെ ഈ ടോർച്ചും വളരെ സേഫായിട്ട സാധനങ്ങളൊക്കെ അവൾ കത്തിക്കുള്ളൂ. പിന്നെ ഈ ഒരു സാധനം, ഇതൊരു ലോലിപോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പടക്കമായിരുന്നു കേട്ടോ. ഇത് കയ്യിൽ, അത് കാണാനൊരു കമ്പിത്തിരി ലുക്കാണെങ്കിലും ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് പൊട്ടും. വേറെ മേത്തിലൊന്നും തെറിക്കത്തൊന്നുമില്ല, പക്ഷെ കയ്യിൽ വെച്ചിങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ടെൻഷൻ വരും, ദൈവം ഇനി ഫുൾ പൊട്ടിയിട്ട് മുഖത്തെല്ലാം വീഴുമോ എന്നൊക്കെ ഒരു ടെൻഷനായിരിക്കും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും റെഡിയായി അമ്പലത്തിലൊക്കെ പോയി വീട്ടിലേക്ക് വന്നു. അമ്പലത്തിൽ പോയാണ് എൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ പിള്ളേർക്കൊക്കെ വിഷു കൈനീട്ടം കൊടുക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവളാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ കയ്യിലുണ്ടായ പൈസ എല്ലാം എടുത്തിട്ട് എല്ലാവർക്കും ഓരോരുത്തർക്ക് ഇങ്ങനെ കൊടുത്ത് വിഷു കൈനീട്ടം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ അപ്പുറത്ത് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ പ്രിപ്പറേഷൻ നടക്കുവാണ്. ഞങ്ങൾക്ക് ഇവിടെ വിഷുവിന് നോണാട്ടോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. നോണാണ് നമ്മൾ സദ്യയായിട്ട് ഒരുക്കുന്നത്, വെജല്ല. അപ്പോൾ ഞാൻ ഓൾറെഡി തലേന്ന് തന്നെ എല്ലാം മാരിനേറ്റ് ചെയ്ത് വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഫിഷ് കറി ഞാൻ തലേന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ മമ്മി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മമ്മി എപ്പോഴും വരുമ്പോൾ പിള്ളേർക്ക് വേണ്ടി ഇങ്ങനെ സ്വീറ്റ്സും പേസ്ട്രീസും അല്ലെങ്കിൽ ചോക്ലേറ്റ് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പം മമ്മി പേസ്ട്രി കൊണ്ടുവന്നിട്ട് അവരത് കഴിച്ച് കഴിഞ്ഞിട്ട് തന്നെ കുറച്ച് മോൻ വന്നിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് വിഷു കൈനീട്ടം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവനപ്പോൾ എൻ്റെ വീട്ടിൽ 3 പിള്ളേർക്കും വിഷു കൈനീട്ടമൊക്കെ കൊടുത്ത് അവരുടെ ഒപ്പമൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കും കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അവൻ പറയണത് എപ്പോഴും വിഷു കൈനീട്ടം കൊടുക്കുമ്പോഴത്തേക്കും മൂത്തവരെ കാലൊക്കെ തൊട്ട് തൊഴണം എന്നൊക്കെയാണ് അവൻ പറയണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളും കൊടുത്തു അവന് വിഷു കൈനീട്ടം. അപ്പോൾ അവനും ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ഞങ്ങൾ വിഷു കൈനീട്ടമൊക്കെ കൊടുത്ത് വീണ്ടും സ്ട്രെയിറ്റ് ഞങ്ങൾ കുക്കിങ്ങിലേക്ക് കടന്നു. കുക്കിംഗ് ചെയ്യാണ്, നല്ല ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂട്. അപ്പം മമ്മിയും കുക്കിങ്ങൊക്കെ സമയത്ത് മമ്മിയും ഭയങ്കര ഹെൽപ്പിംഗ് ഒക്കെ ആട്ടോ. ഞങ്ങൾക്കൊരു വലിയൊരു ആശ്വാസമാണ് അതൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് ലഞ്ച് പ്രിപ്പറേഷനൊക്കെ ആയി, എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ വിളമ്പോട്ടെ. ഇത് വീതം വെക്കുന്നതാണ്, അതുകൊണ്ടാണ് ഇല അങ്ങനെ ഇരിക്കുന്നത്. വീതം വെക്കുമ്പോൾ നോൺ വെജ് ആയതുകൊണ്ട് നമ്മൾ വിളക്കൊന്നും കത്തിക്കില്ല, ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഒരു മിനിറ്റ് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കുകയുള്ളൂ. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും അതിനേക്കാളും വലിയ ടയർഡ്നെസ്സിലായിരുന്നു. ഇതിനേക്കാളും നല്ല കഴിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നുള്ള അവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പോൾ അതേ അപ്പുറത്ത് മുറിയിൽ പിള്ളേരൊക്കെ നല്ല ഉറക്കമാണ്, ഞാനും ഹസ്ബൻഡും അവിടെ ഹാളിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഒരുമാതിരി ടൈം ഒരു 5:30, 6 o'clock ഒക്കെ ആവാറായിരുന്നു. അപ്പോഴും പിള്ളേർക്ക് വീണ്ടും പടക്കം പൊട്ടിച്ച് തീർക്കണം എന്നുള്ളൊരു ഒരു ജ്വരത്തിലായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇപ്പം തന്നെ പയ്യെ തുടങ്ങാം, എന്നാലല്ലേ രാത്രി ആകുമ്പോൾ തീരുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഓരോന്നായിട്ട് ഇതുങ്ങൾ ചക്രവും കാര്യങ്ങളൊക്കെ കത്തിക്കാനൊക്കെ തുടങ്ങി. അപ്പം ഞങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ അടുത്തുള്ള എല്ലാവരും പിന്നെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഇത്രയും വെളിച്ചമുള്ളപ്പോൾ ആരും കത്തിക്കാറില്ല. അപ്പോഴത്തേക്കും ഓൾറെഡി 6 മണി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ കത്തിക്കാൻ അങ്ങ് തുടങ്ങിയത്. വിളക്ക് കത്തിച്ച് കഴിഞ്ഞിട്ട് നേരെ അങ്ങ് പടക്കമൊക്കെ പൊട്ടിക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഇത് വേറൊരു വെറൈറ്റി, ഇത് പീകോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇതാട്ടോ പടക്കമാണ് എന്ന് ഞാൻ പറഞ്ഞില്ല. ഈ പ്രാവശ്യം ഒത്തിരി വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഗുണ്ടും മാലപ്പടക്കമൊക്കെ പൊട്ടിക്കാനൊക്കെ. അപ്പോൾ ഇവർക്ക് പേടിയായിട്ട് എൻ്റെ പുറകെ വന്നിരിക്കും കേട്ടോ ഈ കാണുന്നത്. പിന്നെ പടക്കമൊക്കെ പൊട്ടിച്ച്. പിന്നെ വേറൊരു സംഭവം, ഞങ്ങൾ പണ്ട് ഇതിങ്ങനെ ചക്രം ഞങ്ങൾ തന്നെ കമ്പിത്തിരീൻ്റെ
എന്താണ് കമ്പി കയറ്റിയിട്ട് ഞങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്രാവശ്യം ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് തന്നെ മാർക്കറ്റിൽ വരുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നു. പിന്നെ ഇത് നമ്മുടെ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞിട്ടൊരു പടക്കം കേട്ടോ. ഇത് അവിടെ നിന്ന് ഇങ്ങനെ ചാടി ചാടി പോകും. ഇതെന്താണെന്നറിയില്ല, അവിടെ നിന്നേള്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് കത്തിച്ച് നല്ല ചാടി ഞങ്ങൾ കാറിൻ്റെ സൈഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇത്. അപ്പോൾ ഇതാണ് ഞങ്ങളുണ്ടാക്കിയ ചക്രം, കമ്പിയിൽ കുത്തിവെച്ച ചക്രോട്ട്. ഇതൊക്കെ നമ്മളായിട്ട് തന്നെ കുറേ ഇൻവെൻഷൻസൊക്കെ കൊണ്ടുവരാറൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഇത് ചെയ്തപ്പോഴത്തേക്ക് പിള്ളേർക്ക് ഭയങ്കര ആഗ്രഹം നമുക്കും കൂടി ചെയ്യണം എന്നുള്ള രീതിയിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പഴയ നൊസ്റ്റാൾജിക് കാര്യങ്ങൾ എന്നൊന്ന് പാമ്പ് ഗുളിക കത്തിച്ച്, ചുമ്മാ ഒന്നുമില്ല, വെറുതെ കത്തിയുമ്പോൾ കുറേ പുകയേ വരുള്ളൂ ഇതിൽ. പക്ഷെ എന്നാലും ഒരു നൊസ്റ്റാൾജി എന്നുള്ള രീതിയിൽ അത് കുറച്ചെടുത്ത് ഞങ്ങൾ കത്തിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സെയിം തന്നെ ഓരോരുത്തർക്ക് ചക്രം വീണ്ടും അങ്ങനെ കത്തിക്കണം. അപ്പോൾ ഇത് പീക്കിരിക്ക് ഇത് കത്തിക്കണം എന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു എൻ്റെ ചെറുതിന്. അപ്പോൾ അവൾക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും കേട്ടോ. അവൾക്ക് ഒരു പേടിയില്ല, അവൾക്ക് ഒരു കൂസലില്ല. അവളിങ്ങനെ അരയിൽ കണ്ട ഭയങ്കര വലിയ അമ്മൂമ്മമാരും അല്ല അരയിൽ ഇങ്ങനെ കൈയൊക്കെ കുത്തി വെച്ചിട്ട് ഇങ്ങനെ കളിക്കുക. അവൾക്കൊരു പേടിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു അവൾ പേടി കാരണം പിടിക്കില്ല എന്ന് വിചാരിച്ചു. പക്ഷെ അവൾ ചോദിച്ച് വാങ്ങിച്ച് ഇത് പിടിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കയ്യിലുള്ള എല്ലാ സ്റ്റോക്കും തീർത്തു. പിള്ളേർ പിന്നെ കൊച്ചച്ഛൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെയും സ്റ്റോക്കൊക്കെ തീർത്തിട്ടൊക്കെയാണ് പിന്നെ ഉറങ്ങിയത്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് കിടക്കാൻ പോയത് രാത്രി 11:30 12:30 ആയപ്പോഴാണ് ഞങ്ങളെല്ലാവരും ഒന്ന് ഉറങ്ങാൻ കിടന്നത്. അപ്പോൾ ഇതായിരുന്നു വിഷു വിശേഷങ്ങൾ. എല്ലാവർക്കും വിഷു അടിപൊളിയായിട്ട് നിങ്ങൾ ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഹാപ്പി വിഷു. ഇനി അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ